Understand the significance of this evening. ഈ സന്ധ്യാസമയത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുക. I believe tonight strongholds are going to be broken. ഞാൻ വിശ്വസിക്കുന്ന രാത്രികാലം അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ തകരുവാൻ പോകുന്നു. How many of you say amen to that? എത്ര പേർ ആമേൻ പറയും? Strongholds are going to be broken. അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ തകരുവാൻ പോകുന്നു. When Pastor Anish was saying, Pastor Anish പറഞ്ഞപ്പോൾ, just 2 days before, 2 ദിവസത്തിന് മുൻപ്, I heard that in this revival, ഈ ഉണർവിൽ ഞാനത് കേട്ടു, harp worship. പറഞ്ഞു കാഹളത്തിന്റെയും കിന്നരത്തിന്റെ സ്വരം ഞാൻ ഇവിടെ കേട്ടു എന്ന്. I heard a harmony. ഞാനൊരു മധുരസ്വരം കേട്ടു. In my spirit I felt, എന്റെ ആത്മാവിൽ ഞാൻ അനുഭവിച്ചു, that breakthrough is going to come tonight. ആ വിടുതൽ ഇന്ന് വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. We just traveled with a team today. ഇന്നാണ് ഞങ്ങൾ അവിടുന്ന് ഒരു ടീമുമായി യാത്ര ചെയ്തത്. Because we believe, കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നു, this revival is going to move to the next level in this week. ഈ ആഴ്ചയിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഈ ഉണർവിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുവാൻ പോകുന്നു. From Sunday, ഈ ഞായറാഴ്ച മുതൽ the shift is happening. ആ ഷിഫ്റ്റ് ഇപ്പോൾ സംഭവിക്കുന്നു. Prepare the way for the King of Glory. മഹത്വത്തിന്റെ രാജാവിനായി വഴിയൊരുക്കിയാട്ടെ. The Lord is telling, Pastor, the Lord is saying, prepare the way for the King of Glory. ദൈവദാസനോട് ദൈവം പറയുന്നു, മഹത്വത്തിന്റെ രാജാവിനായി വഴിയൊരുക്കിയാട്ടെ. Just prepare the way. വഴിയൊരുക്കിയാട്ടെ. Make room for the King. ആ രാജാവിന് സ്ഥലമൊരുക്കിയാട്ടെ. The Lord says a bigger room. വിശാലതയേറിയ റൂം ഒരുക്കിയാട്ടെ. സ്ഥലമൊരുക്കിയാട്ടെ. വലുത് വലുത്. I am bringing the people from north. ഞാൻ നോർത്തിൽ നിന്ന് ജനത്തെ കൊണ്ടുവരുവാൻ പോകുന്നു. I am bringing the people from the west. വെസ്റ്റിൽ നിന്ന് ജനത്തെ കൊണ്ടുവരാൻ പോകുന്നു. the people from the east. കിഴക്കിൽ നിന്ന് ജനത്തെ കൊണ്ടുവരുവാൻ പോകുന്നു. Make room for the King. സ്ഥലമൊരുക്കിയാട്ടെ. രാജാവിനായി സ്ഥലമൊരുക്കിയാട്ടെ. Somebody blow the trumpet and say amen. Shagadalaba senterere. Jesus. The psalmist says in Psalm 18 verse 2, സങ്കീർത്തനങ്ങൾ 18-ൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, 18:2 പറയുന്നു, 18-ാം അധ്യായം 2-ാം വാക്യം, he says he is the horn of my salvation. അവൻ എന്റെ രക്ഷയുടെ കൊമ്പാകുന്നു. What is the horn of salvation? എന്താണ് രക്ഷയുടെ കൊമ്പ്? Why did he call him the horn of salvation? എന്തുകൊണ്ടാണ് അവനെ രക്ഷയുടെ കൊമ്പെന്ന് വിളിച്ചത്? You see, when the Lord raised the people called Moses, ദൈവം മോശയെ എഴുന്നേൽപ്പിച്ചപ്പോൾ, and the Israelites, ഇസ്രായേൽ ജനത്തെ എഴുന്നേൽപ്പിച്ചപ്പോൾ, in Numbers chapter 10, സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ, you see about how the Lord gives them an instrument of power. ഒരു ശക്തിയുടെ ഉപകരണം എങ്ങനെ കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Harp is the instrument of worship. കിന്നരം എന്ന് പറയുന്നത് ആരാധനയുടെ ഒരു ഉപകരണമാണ്. But the shofar, the trumpet, is the instrument of proclamation. എന്നാൽ കാഹളം എന്ന് പറയുന്നത്, ഷോഫർ എന്ന് പറയുന്നത് പ്രഖ്യാപനത്തിന്റെ ഒരു ഉപകരണമാണ്. In the Old Testament, during the tabernacle of Moses, പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിന്റെ കാലഘട്ടത്തിൽ, there was no Yamaha speaker. അവിടെ ഒരു യമഹയുടെ സ്പീക്കർ ഇല്ലായിരുന്നു. There is no sound system. അവിടെ ഒരു സൗണ്ട് സിസ്റ്റം ഇല്ലായിരുന്നു. To gather the people, ജനത്തെ കൂട്ടി വരുത്തുവാൻ. This is the sound that they will hear. എന്നാൽ കാഹളമാണ് അവർ കേട്ട സ്വരം. Listen very carefully. കേട്ടാട്ടെ. I don't have much time, but I'm telling you, whenever they heard a loud blast, എപ്പോഴാണ് അവർ കാഹളത്തിന്റെ ഒരു ഘോഷസ്വരം കേട്ടത്, it was time for them to move forward. ആ കാഹളത്തിന്റെ സ്വരം അവരോട് പറഞ്ഞത് മുൻപിലേക്ക് പോകുക എന്നാണ്.
come on. മുന്നേറുക. Speak in tongues. Move forward. മുന്നേറുക. I'm reading from Numbers chapter 10. സംഖ്യാപുസ്തകം 10-ാം അധ്യായം. I'm reading from verse 5. 5-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. When a trumpet blast is sounded, the tribes camping on the east are to set out. ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. At the sounding of a second blast, the camps on the south are to set out. രണ്ടാം പ്രാവശ്യം ഗംഭീരധ്വനി ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. The blast will be the signal for moving forward. ആ ഗംഭീര സ്വരം അവർക്ക് മുന്നേറുവാനുള്ള ഒരു അടയാളമാണ്. And the Lord told Aaron the priest. എട്ടാം വാക്യം ഇപ്രകാരം പറയുന്നു. The sons of Aaron the priest are to blow the trumpets. This is to be a lasting ordinance for you and the generations to come. അഹരോന്റെ പുത്രന്മാരായി പുരോഹിതന്മാർ ആകുന്നു കാഹളം ഊതേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. When you go into a battle, നിങ്ങൾ യുദ്ധത്തിനായി ഒരുങ്ങുമ്പോൾ, in your own land, നിങ്ങളുടെ സ്വന്തം ദേശത്ത്, against an enemy who is oppressing you, നിങ്ങളെ ഞെരുക്കുന്നതായ ശത്രു നിങ്ങൾക്ക് വിരോധമായി വരുമ്പോൾ, sound a blast on the trumpets. ഈ ഗംഭീരധ്വനി കാഹളം ഊതേണം. Then അപ്പോൾ you will be remembered by the Lord your God, നിങ്ങൾ ദൈവത്താൽ ഓർമ്മിപ്പിക്കപ്പെടും, and rescued from your enemies. നിങ്ങളുടെ ശത്രുവിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷിക്കും. Today, ഇന്ന് I feel ഞാൻ അനുഭവിക്കുന്നു, from the place of revival, ഈ ഉണർവിന്റെ സ്ഥാനത്ത് നിന്ന് we are going to blow the trumpet and call upon the King of Kings, the Lord of Lords. കാഹളമൂതി രാജാധിരാജാവിനെ നാം സ്വാഗതം ചെയ്യുവാൻ പോകുന്നു. That a shift will come in India. ഈ ഭാരതത്തിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കാൻ പോകുന്നു. The shift will come in India. ഈ ഭാരതത്തിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കാൻ പോകുന്നു. That the church will move forward. സഭ മുന്നേറുവാൻ പോകുന്നു. That the church will move forward. സഭ മുന്നേറുവാൻ പോകുന്നു. The Lord says, ദൈവം പറയുന്നു, when you blow the trumpet, നീ കാഹളമൂതുമ്പോൾ. Why did God ask Joshua to go around Jericho 7 times? എന്തുകൊണ്ടാ ദൈവം യോശുവയോട് യെരിഹോവിനെ ചുറ്റി 7 പ്രാവശ്യം പോകുവാൻ പറഞ്ഞത്? Why did they have to blow the trumpet 7 times on the 7th day? എന്തുകൊണ്ടാണ് 7-ാം ദിവസം 7 പ്രാവശ്യം അവിടെ കാഹളം ഊതുവാൻ ദൈവം പറഞ്ഞത്? Why did God equip 300 of the Gideon's army with 300 trumpets? എന്തുകൊണ്ടാണ് ദൈവം ഗിദെയോനോട് 300 പേരെ 300 കാഹളവുമായി ഒരുക്കുവാൻ പറഞ്ഞത്? Why did 120 people in the Solomon's temple blow the trumpet and the glory of the Lord came down? എന്തുകൊണ്ടാണ് ശലോമോന്റെ ആലയത്തിൽ 120 പേർ കാഹളവുമായി ഊതിയപ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നത്? In the New Testament, ഈ പുതിയ നിയമത്തിൽ we are the trumpet. നാമാണ് കാഹളം. 120 in the upper room, 120 പേർ മാളിക മുറിയിൽ കൂടി, they became the trumpets. അവർ കാഹളമായി തീർന്നു. And today, ഇന്ന് when the trumpet is being, ഈ കാഹളമ്പോൾ and when the trumpet is being blown, ഈ കാഹളം ഊതുമ്പോൾ, and we are worshiping God with a loud noise, ദൈവത്തെ ഉച്ചസ്വരത്തിൽ നാം ആരാധിക്കുമ്പോൾ, all the Jericho walls in our India are going to fall. ഭാരതത്തിന്റെ എല്ലാ യെരിഹോ മതിലുകളും വീഴുവാൻ പോകുന്നു. Problems are going to fall.
ദാഗോന്മാർ വീഴുവാൻ പോകുന്നു. Dagons are going to fall. ദാഗോന്മാർ വീഴുവാൻ പോകുന്നു. The Asherah poles are going to fall. Asherah poles. അശേര വിഗ്രഹങ്ങൾ വീഴുവാൻ പോകുന്നു. Somebody said amen. ആമേൻ പറഞ്ഞാട്ടെ. Hallelujah. Hallelujah. That is why the day David the psalmist said, the horn of salvation. അതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത് രക്ഷയുടെ കാഹളം എന്ന്, കൊമ്പ് എന്ന്. Who saved Abraham's son Isaac on that mountain of Moriah? മോറിയ മലയിൽ ഇസ്ഹാക്കിനെ ആരാണ് രക്ഷിച്ചത്? He pulled out the dagger going to kill his son. തന്റെ കുഞ്ഞിനെ കൊല്ലുവാൻ തക്കവണ്ണം അവൻ കത്തി വലിച്ചൂരി. When the Lord saw his sincerity, എന്നാൽ ദൈവം അവന്റെ ആത്മാർത്ഥതയെ കണ്ടപ്പോൾ said, stop, don't put your hand on Isaac. അബ്രഹാമിനോട് പറഞ്ഞു, ആ കുഞ്ഞിന്റെ മേൽ നീ കൈ വയ്ക്കരുത്. But on that mountain, എന്നാൽ ആ പർവ്വതത്തിൽ there was a ram അവിടെ ഒരു ആട്ടുകൊറ്റൻ ഉണ്ടായിരുന്നു. whose horns were stuck in the thorns. അവന്റെ ആ ആട്ടുകൊറ്റന്റെ കൊമ്പ് മുള്ളുകളിൽ കുടുങ്ങി കിടന്നു. How come one single ram climbed up the mountain and got ready to be sacrificed? എങ്ങനെയാണ് ഒരു ആട്ടുകൊറ്റൻ മാത്രം ഈ കുന്നു കയറിപ്പോയി അവിടെ അതിൽ കുരുങ്ങിക്കിടന്നത്, ഒരു യാഗത്തിനായി ഒരുങ്ങിക്കിടന്നത്? And the horn stuck in thorn. ആ ഒരു കൊമ്പ് അത് മുള്ളുകളിൽ കുടുങ്ങിക്കിടന്നു. Several years later, എന്നാൽ പല ആണ്ടുകൾക്ക് ശേഷം the same mountain, അതേ പർവ്വതത്തിൽ Jesus Christ, യേശു കർത്താവ്, our Lord and Savior, നമ്മുടെ രക്ഷകൻ വീണ്ടെടുത്ത with a crown of thorns on his head, തന്റെ തലയിൽ മുൾക്കിരീടവുമായി. That is why David said, അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത്, it is the horn of salvation. രക്ഷയുടെ കൊമ്പ് എന്ന്. In Exodus 19, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ when Moses was called to climb up the mountain, മോശയെ ദൈവം പർവ്വതത്തിലേക്ക് വിളിച്ചു കയറ്റുമ്പോൾ, can you display verse 19 for me? ആ 19-ാം വാക്യം ഒന്ന് കാണിക്കാം. Exodus chapter 19, 19-ാം അധ്യായം. the Bible says, വേദപുസ്തകം പറയുന്നു, on the mountain top, ആ പർവ്വതത്തിന്റെ മുകളിൽ fire and smoke. പുകയും തീയും ഉണ്ടായി. But they also not only saw, they heard something. അവർ കാണുക മാത്രമല്ല, അവർ കേൾക്കുകയും ചെയ്തു. Somebody shout hallelujah. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. And when the blast of the trumpet sounded long and became louder and louder, Moses spoke and God answered him by voice. നമ്മൾ വായിക്കുന്നു, ആ കാഹളത്തിന്റെ ധ്വനി അത് ഉയർന്നു കേട്ടപ്പോൾ, അത് ശബ്ദം കൂടി കൂടി വന്നപ്പോൾ മോശയോട് ദൈവം സംസാരിച്ചു. There was nobody on that mountain. എന്നാൽ ആ പർവ്വതത്തിന് മുകളിൽ ആരും ഉണ്ടായിരുന്നില്ല. Mountain was on fire. എന്നാൽ പർവ്വതത്തിന് മുകളിൽ തീ ഉണ്ടായിരുന്നു. So whose voice was the voice of the trumpet? എന്നാൽ ആ കാഹളധ്വനി ആരുടേതായിരുന്നു? The voice of the Lord ദൈവത്തിന്റെ ശബ്ദം is the voice of the trumpet. അത് കാഹളത്തിന്റെ സ്വരമായി. In Revelation chapter 4, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം verse 1, 1-ാം വാക്യം, the Bible says, John says, യോഹന്നാൻ പറയുന്നു, he's experienced there. അവൻ അത് അനുഭവിക്കുകയാണ്. How does he hear the Lamb of God? അങ്ങനെയാണ് ആ കുഞ്ഞാടിന്റെ സ്വരം അവൻ കേട്ടത്. After these things I looked, and behold, a door standing open in heaven, and the first voice which I heard was like a trumpet speaking with me. അനന്തരം സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. എങ്ങനെയാണ് ശബ്ദം? എങ്ങനെയുള്ള ശബ്ദം? കാഹളനാദം പോലെയുള്ള. Somebody shout hallelujah. Now you understand why Jericho fell? എന്തുകൊണ്ടാ മനസ്സിലായോ ആ യെരിഹോ മതിൽ വീണത്? Now you understand how 300 people defeated the Midianites. എന്തുകൊണ്ട് ആ 300 പേർ മീഡിയനൈറ്റ്സിനെ കൊന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? Today God is going to save our nation. ഇന്ന് ദൈവം നമ്മുടെ രാജ്യത്തെ രക്ഷിപ്പാൻ പോകുന്നു. Today God is breaking open all the strongholds in your life. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പൈശാചിക സ്വാധീനങ്ങളെ ദൈവം വിടുവിക്കുവാൻ പോകുന്നു. Barren wombs are going to be open. ആ ഗർഭപാത്രം അടഞ്ഞിരിക്കുന്ന ഗർഭപാത്രങ്ങൾ തുറക്കുവാൻ പോകുന്നു. Barren churches are going to be revived. ഉണങ്ങിയിരിക്കുന്ന സഭകൾ അത് വളരുവാൻ പോകുന്നു. We are going to blow the trumpet now. നമ്മളിപ്പോൾ കാഹളം ഊതുവാൻ പോകുന്നു. 7 times we are going to blow the trumpet. 7 പ്രാവശ്യം നാം ഊതുവാൻ പോകുന്നു. Listen very carefully. ശ്രദ്ധയോടെ കേട്ടാട്ടെ. These are instruments. ഇത് ഉപകരണങ്ങൾ മാത്രമാണ്. They don't have power. അവർക്ക് ശക്തിയില്ല. But when we blow through them, എന്നാൽ നാം അതിലൂടെ ഊതുമ്പോൾ, we blow our breath.
നമ്മുടെ ശ്വാസമാണ് അതിലൂടെ ഊതുന്നത്. When it comes out, അത് പുറത്തേക്ക് വരുമ്പോൾ it comes out as the voice of God. അത് ദൈവത്തിന്റെ ശബ്ദമായി പുറപ്പെട്ടു വരുന്നു. It is not the trumpet. ഇത് കാഹളമല്ല, കാഹളത്തെ കുറിച്ചല്ല. ഇത് കർത്തർ നമുക്കുൾ വൈത്ത അവരുടെ ജീവശ്വാസം. ദൈവം നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുന്ന ജീവശ്വാസം. This breath, ഈ ശ്വാസം, when it amplifies with the Lord's help, അത് ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടുമ്പോൾ it becomes the sound of proclamation. അത് പ്രഖ്യാപനത്തിന്റെ സ്വരമായി തീരുന്നു. That is why അതുകൊണ്ടാണ് in the end time, ഈ അന്ത്യനാളുകളിൽ God has designed 7 trumpets. ദൈവം 7 കാഹളത്തെ ഒരുക്കിയിരിക്കുന്നത്. And the 7th trumpet blows, 7 കാഹളങ്ങൾ മുഴങ്ങുമ്പോൾ it is the end of end. അതാണ് അവസാനം, സകലത്തിന്റെയും അവസാനം. Revelation chapter 11 വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം and verse 15 says 15-ാം വാക്യം something prophetic there. അവിടെ പ്രവചനാത്മാവിൽ പറയുന്നു. And today in this revival, ഇന്ന് ഈ ഉണർവിന്റെ ദിവസത്തിൽ I believe ഞാൻ വിശ്വസിക്കുന്നു this is what is going to happen. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. Come on, can everybody read this? Everybody read this. Come on. എല്ലാവരും ഒന്ന് വായിക്കാമോ അത്? 1 2 3. Then the 7th angel sounded, and there were loud voices in heaven saying, the kingdoms of this world have become the kingdoms of our Lord and of his Christ, and he shall reign forever. And he shall reign forever and ever. And he shall reign. And he shall reign. And he shall reign. He shall reign. We are taking over the nations. We are taking over nations for God. ദൈവത്തിന് വേണ്ടി രാജ്യത്തെ നിയന്ത്രിക്കാൻ പോകുന്നു. We are taking over the nations. ദൈവത്തിന് വേണ്ടി രാജ്യത്തെ പിടിച്ചെടുക്കാൻ We have the power. നമുക്ക് ശക്തിയുണ്ട്. We have the power. നമുക്ക് ശക്തിയുണ്ട്. Shagabadarabase Rigadadalabashe Ragadalabasentere Debaradala. Old structures are going to be broken. പഴയ പാരമ്പര്യങ്ങൾ വീഴുവാൻ പോകുന്നു. God is going to bring a new order. ദൈവം പുതിയൊരു ചിട്ടയെ കൊണ്ടുവരുവാൻ പോകുന്നു. Somebody clap your hands and say amen. കരങ്ങളെ അടിച്ച് ആമേൻ പറഞ്ഞാട്ടെ. The apostolic mantle is coming. അപ്പോസ്തലിക പുതപ്പ് വീഴുന്നു. Apostolic mantle is coming. അപ്പോസ്തലിക പുതപ്പ് വീഴുന്നു. Derabashendere. This is the restoration of the tabernacle of David. ദാവീദിന്റെ വീണുപോയ കൂടാരങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പാണിത്. Revival is nothing but the restoration of the tabernacle of David. ഉണർവെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് ദാവീദിന്റെ വീണുപോയ കൂടാരങ്ങൾ ദൈവം എഴുന്നേൽപ്പിക്കുന്നതാണ്. When the apostles saw the revival, അപ്പോസ്തലന്മാർ ഉണർവ് കണ്ടപ്പോൾ they all understood. അവരെല്ലാവരും മനസ്സിലാക്കി. Peter got up and told the people, പത്രോസ് എഴുന്നേറ്റ് ജനത്തോട് പറഞ്ഞു, this is what it was written. ഇതാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. The restoration of the tabernacle of David. ദാവീദിന്റെ വീണുപോയ കൂടാരങ്ങളെ ദൈവം ഉയർത്തുന്നു എന്ന്. God is lifting the church now. ദൈവം സഭയെ ഇപ്പോൾ എഴുന്നേൽപ്പിക്കുന്നു. Listen, the church in the new dimension സഭ പുതിയൊരു തലത്തിലേക്കാണ്. will not have any badges. അവിടെ പേര് വെച്ചിരിക്കുന്ന ബോർഡുകളൊന്നും കാണത്തില്ല. എന്റെ സഭ എന്ന ലേബൽ Founder senior pastor. Founder senior pastor എന്ന ലേബൽ കാണത്തില്ല. I came here to serve. I am a servant here. ഞാൻ ഇവിടെ വന്നത് സേവിക്കാനാണ്. ഞാനൊരു വേലക്കാരനാണ്. If you agree, shout amen. നിങ്ങൾ അത് യോജിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. Why is Pastor Raisin here? എന്തുകൊണ്ടാണ് പാസ്റ്റർ റൈസൻ ഇവിടെ വന്നത്? Why is Pastor Finney here? എന്തുകൊണ്ടാണ് പാസ്റ്റർ ഫിന്നി ഇവിടെ വന്നത്? Don't they have ministry? അവർക്ക് ശുശ്രൂഷയില്ലേ? Why am I here? ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? Why are we all here? നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? Because we are believing in the move of the Holy Spirit in our nation. പരിശുദ്ധാത്മാവിന്റെ ചലനത്തിൽ വിശ്വസിക്കുന്നു. No name, പേരുകളല്ല, no fame, പ്രശസ്തിയല്ല, only the Holy Spirit. പരിശുദ്ധാത്മാവ് മാത്രം. For the most part of the impartation service, ഈ പകർച്ചയുടെ ശുശ്രൂഷകളുടെ സമയത്തിൽ അധികവും Pastor Anish did not come on the stage at all.
ഇവിടെ പാസ്റ്റർ അനീഷ് സ്റ്റേജിലേക്ക് വന്നതേയില്ല. He didn't come and hold the mic. അദ്ദേഹം വന്ന് മൈക്ക് എടുത്തതേയില്ല. He didn't come and say, oh, our church prayed and we got the revival. അദ്ദേഹം വന്ന് സ്റ്റേജിൽ പറഞ്ഞില്ല, ഞങ്ങളുടെ സഭ പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഇതാ ഉണർവ് വന്നിരിക്കുന്നു എന്ന്. This is revival. ഇതാണ് ഉണർവ്. No word was mentioned about your church. ഒരു വാക്ക് പോലും തന്റെ സഭയെ കുറിച്ച് പറഞ്ഞു. No pamphlets given. ഒരു കയ്യെഴുത്ത് പ്രതി പോലും കൊടുത്തില്ല. No marketing. ഒരു വ്യാപാരവും നടത്തിയില്ല. Pure anointing. ശുദ്ധമായ അഭിഷേകം. This is revival. ഇതാണ് ഉണർവ്. And that is why I say, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, tonight, ഇന്ന് രാത്രിയിൽ God is going to give us a breakthrough. ദൈവം നമുക്ക് ഒരു വിടുതൽ നൽകുവാൻ പോകുന്നു. The kingdom of the world ഈ ലോകത്തിന്റെ രാജ്യത്വം is going to be the kingdom of the Lord. ദൈവത്തിന്റെ രാജ്യത്വമായി തീരുവാൻ പോകുന്നു. Now we are going to have favor with the politicians. നമുക്ക് രാഷ്ട്രീയക്കാരുടെ ഫേവർ ലഭിക്കാൻ പോകുന്നു. രാഷ്ട്രീയക്കാർ നമുക്ക് അനുകൂലമായി തീരുവാൻ പോകുന്നു. Get ready to see the unthinkable. ഇതുവരെയും കണ്ടിട്ടില്ലാത്തതിനെ കാണുവാൻ ഒന്ന് ഒരുങ്ങുക. ചിന്തിപ്പാൻ പോലും കഴിയാത്തതിനെ കാണുവാൻ to see the unthinkable happening in India. ചിന്തിപ്പാൻ പോലും കഴിയാത്തതിനെ കാണുവാൻ ഒരുങ്ങുക. Because of this revival move, ഈ ഉണർവിന്റെ ചലനം നിമിത്തം something is shifting in the nation. രാജ്യത്തിൽ ചിലത് ചലിക്കുന്നു, മാറ്റം വരുന്നു. Because the Lord has prophesied, കാരണം ദൈവം പറഞ്ഞു, in the midst of the years he will revive the work of his hands. ഈ ആണ്ടിന്റെ മധ്യത്തിൽ വർഷങ്ങളിൽ നടുവിലെ തമ്മുடைய ക്രിയകളെ ഉയിർപ്പിക്കുന്ന ദേവൻ അവർ. ദൈവം തന്റെ പ്രവൃത്തികളെ വർഷത്തിന്റെ നടുവിൽ എഴുന്നേൽപ്പിക്കുന്നവനായ ദൈവം. We are standing in the middle. നാം ഇന്ന് മധ്യത്തിലാണ് നിൽക്കുന്നത്. Can I tell you? ഞാൻ പറയട്ടെ, when the Israelites were crossing the Red Sea, ഇസ്രായേൽ ജനം ചെങ്കടൽ കുറുകെ നടക്കുമ്പോൾ, the Lord allowed Pharaoh and his enemy and the army to come till the middle. ഫറവോനെയും സൈന്യത്തെയും ആ സമുദ്രത്തിന്റെ നടുവിലെത്തുന്നത് വരെയും ദൈവം അനുവദിച്ചു. Till the middle God allowed. ആ നടുവിലെത്തുന്നത് വരെയും ദൈവം അനുവദിച്ചു. And after that, അതിനുശേഷം something happened. ചിലത് സംഭവിച്ചു. He allowed them to follow till the middle. ആ തന്റെ ജനത്തെ പിൻപറ്റി വരുവാൻ അതിന് നടുവരെയും അനുവദിച്ചു. Lord, they are still coming behind us, Lord. ഇസ്രായേൽ ജനം പറഞ്ഞു, ദൈവമേ അതാ അവർ ഞങ്ങളുടെ പുറകെ വരികയാണ്. We thought we will cross over, they will never come. ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ ഞങ്ങൾ ഇതിനെ കടന്ന് അപ്പുറത്തേക്ക് പോയി അവര് ഞങ്ങളുടെ പുറകിൽ വരത്തില്ല. The same revival you opened for us, they are following. നമ്മൾ ഈ ഉണർവിനെ തുറന്നപ്പോ ദൈവം അവരും ഞങ്ങളെ പിൻപറ്റുന്നു. No. ഇല്ല. I am bringing them to the middle because I am going to put a full stop. The Egyptian നടുവിലേക്ക് കൊണ്ടുവരുന്നു. അതിനൊരു എന്നേക്കുമായി വിരാമം കുറിപ്പാൻ പോകുന്നു. The Egyptian you see today, ഇന്ന് കാണുന്ന ഈജിപ്ഷ്യൻസ്, you will see them no more. ഇനി മേലാൽ അവരെ കാണുകയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി മേലാൽ നീ കാണുകയില്ല. Tonight there is going to be a shift in India. ഇന്ന് രാത്രിയിൽ ഇന്ത്യയിൽ ഒരു ചലനം സംഭവിക്കാൻ പോകുന്നു. As we stand in electronic city, നാം ഈ ഇലക്ട്രോണിക് സിറ്റിയിൽ നിൽക്കുമ്പോൾ, where you open the portal, ദൈവം ഒരു പോർട്ടലിനെ നമുക്കായി തുറന്നിരിക്കുമ്പോൾ, like Mount Sinai, ഈ സിനായ് പോലെ, like a Carmel പർവ്വതം പോലെ, we are crying out to you. ഞങ്ങൾ അങ്ങയോട് കരയുന്നു പിതാവേ. Send your fire. അങ്ങയുടെ അഗ്നി അങ്ങ് അയക്കണമേ. Send your fire. അങ്ങയുടെ അഗ്നി പകരണമേ. Are you ready? നിങ്ങൾ തയ്യാറാണോ? I'm going to ask the trumpeters to blow for 7 times. ഇപ്പോൾ നമ്മൾ ഈ 7 പ്രാവശ്യം കാഹളം ഊതുവാൻ ഞാൻ അവരോട് പറയുവാൻ പോകുന്നു. 6 times you are going to be silent. 6 പ്രാവശ്യം നിങ്ങൾ മൗനമായിരിക്കുക. But close your eyes. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. Don't look at a human being. മനുഷ്യരെ ചുറ്റുപാട് നിൽക്കുന്നവരെ നോക്കുക. It is you and God. നിങ്ങളും ദൈവവുമായി മാത്രം. God wants to ask you, ദൈവം നിങ്ങളോട് ചോദിപ്പാൻ where do you ആഗ്രഹിക്കുന്നു, need the breakthrough? നിന്റെ ജീവിതത്തിൽ എവിടെയാണ് ഒരു വിടുതൽ നിനക്ക് ആവശ്യം? Some of you are not able to read the Bible properly. നിങ്ങൾക്ക് ചിലർക്ക് വചനം നേരാവണ്ണം വായിപ്പാൻ Some of you കഴിയുന്നില്ല. are not able to sit in prayer. നിങ്ങൾക്ക് ചിലർക്ക് പ്രാർത്ഥിപ്പാൻ ഇരിപ്പാൻ Some of കഴിയുന്നില്ല. you know that you are called for greater things, but you are stuck in the past. നിങ്ങൾ മഹത്വകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചു എന്നറിയാം. പക്ഷെ നിങ്ങൾ എവിടെയോ തങ്ങിയിരിക്കുന്നു, എവിടെയോ തടയപ്പെട്ടിരിക്കുന്നു. Like Mephibosheth stuck in Lodebar. മെഫീബോശത്ത് stuck in Lodebar. ലോദെബാറിൽ അവൻ തടയപ്പെട്ടിരുന്നത് പോലെ, One day ഒരു ദിവസം
The king called him to the palace. രാജാവ് അവനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. His life changed. അവന്റെ ജീവിതം മാറി. Tonight the king of kings is calling you. Come to my house. രാജാവ് നിങ്ങളെ തന്റെ ഭവനത്തിലേക്ക് വിളിക്കുന്നു. Come to my house. എന്റെ ഭവനത്തിലേക്ക് വരിക. I'm going to show my glory to you. എന്റെ മഹത്വത്തെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. Whatever is your problem. നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നാലും, debts, കടങ്ങളായിക്കൊള്ളട്ടെ, sickness in your body, രോഗമായിക്കൊള്ളട്ടെ, problems in your job, നിങ്ങളുടെ ജോലിയിലുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, problems in your family life, കുടുംബ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, God is going to break it open. അതെല്ലാം ദൈവം നിങ്ങൾക്ക് വേണ്ടി വിടുതലിന് നൽകുവാൻ പോകുന്നു. Generational curses are going to be open. പാരമ്പര്യ ശാപങ്ങൾ വിട്ടുപോകുവാൻ പോകുന്നു. Broken tonight. അത് പൊട്ടിപ്പോകുവാൻ പോകുന്നു. And you are going to receive a revival. നിങ്ങളൊരു ഉണർവിനെ സ്വീകരിപ്പാൻ പോകുന്നു. You are going to receive a breakthrough. നിങ്ങളൊരു വിടുതലിനെ സ്വീകരിപ്പാൻ പോകുന്നു. Are you ready? നിങ്ങൾ തയ്യാറാണോ? I said, are you ready? നിങ്ങൾ തയ്യാറാണോ? Close your eyes. കണ്ണുകളെ അടച്ചാട്ടെ. And keep your hands like this. കരങ്ങളെ മുകളിലേക്ക് ഉയർത്തിയാട്ടെ. എന്തെങ്കിലും സ്വീകരിപ്പാൻ കരങ്ങളെ ഉയർത്തുന്നത് പോലെ ഉയർത്തിയാട്ടെ. Yes. Close your eyes. കണ്ണുകളെ അടച്ചു. Like Elijah, ഏലിയാവിനെ പോലെ, who stood up for the evening sacrifice time, സന്ധ്യായാഗത്തിന് വേണ്ടി അവൻ നിന്നതുപോലെ, and he called on heavens, ആ സ്വർഗ്ഗത്തിലേക്ക് നോക്കി വിളിച്ചതുപോലെ, we stand at this appointed time, ഞങ്ങൾ ഈ ദൈവത്തിന്റെ നിശ്ചിതമായ സമയത്ത് ഞങ്ങൾ നിൽക്കുന്നു. and we pray, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, breakthroughs, Lord. കർത്താവേ, വിടുതൽ ഉണ്ടാകട്ടെ. Let every Jericho wall fall down. എല്ലാ എരിഹോ മതിലുകളും വീഴട്ടെ. Every Midianite soul turn against each other. എല്ലാ മിദ്യാന്യരും തങ്ങൾക്ക് വിരോധമായി തങ്ങൾ തന്നെ തിരിയട്ടെ. We are standing like the Kohathites and the Korites who stood up and worshipped the Lord before Jehoshaphat. യഹോശാഫാത്തിന് മുൻപിൽ നിന്ന് അങ്ങേ ആരാധിച്ച ജനത്തെ പോലെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. We are standing, ഞങ്ങൾ നിൽക്കുന്നു പിതാവേ, the threshold of a breakthrough. ഒരു വിടുതലിന്റെ അറ്റത്തായി അരികിലായി ഞങ്ങൾ നിൽക്കുന്നു. Right now, ഇപ്പോൾ തന്നെ stretch your hand. അങ്ങയുടെ കരം നീട്ടണമേ. Stretch your hand. അങ്ങയുടെ കരം നീട്ടണമേ. Deliver your people. അങ്ങയുടെ ജനത്തെ വിടുവിക്കണമേ. Because you said, കാരണം അങ്ങ് പറഞ്ഞു, if you call on your name, if we call on your name, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ, and when the people blew the trumpet, ആ ജനം കാഹളം ഊതിയപ്പോൾ, you brought a breakthrough. അങ്ങൊരു വിടുതലിനെ കൊണ്ടുവന്നു. Right now, ഇപ്പോൾ തന്നെ, this evening, ഈ സന്ധ്യാസമയത്ത്, we pray a breakthrough in everyone's life. ഞങ്ങൾ ഒരു വിടുതൽ, ഈ ജനത്തിന്റെ മേൽ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Everybody position. He is one God, and he doesn't require anyone else. അവൻ ഏകൻ, അവൻ മറ്റാരുടെ ആവശ്യമില്ല. The first trumpet, ഒന്നാമത്തെ കാഹളം, for your shame, the Lord said, I will give you a double portion. ദൈവം പറഞ്ഞു, നിന്റെ ലജ്ജയ്ക്ക് പകരമായി ഞാൻ നിനക്കൊരു ഇരട്ടി പങ്ക് നൽകാം. Right now, ഇപ്പോൾ തന്നെ, everything you are lost, നിനക്ക് നഷ്ടമായത് God is going to restore it double fold. നിന്റെ ജീവിതത്തിൽ ഇരട്ടിയായി ദൈവം മടക്കി തരുവാൻ Where you were put to shame, എവിടെയാണ് നീ ലജ്ജിതനായി തീർന്നത്, there you will have double honor. അവിടെ നിനക്ക് ഇരട്ടി മാന്യത ഉണ്ടാകും. Second trumpet, രണ്ടാമത്തെ കാഹളം, on the third day, മൂന്നാം ദിവസം, he rose again. അവൻ ഉയർത്തെഴുന്നേറ്റു. In his third trumpet, ഈ മൂന്നാമത്തെ കാഹളത്തിൽ, you are going to rise up for the Lord. നിങ്ങൾ കർത്താവിനായി എഴുന്നേൽക്കുവാൻ, You are not going to be in shackles anymore. ഇനിമേൽ നീ ചങ്ങലകളിൽ ബന്ധിതനായി, Nothing can tie you down. നിന്നെ ഒരിക്കലും ഒന്നിനും താഴ്ത്തികെട്ടുവാൻ സാധിക്കില്ല. Because Romans 8:11 says, റോമർ 8:11 the പറയുന്നു, same spirit that raised Christ Jesus from the dead, യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച if ദൈവത്തിന്റെ the പരിശുദ്ധാത്മാവ്, same spirit resides in you, ആ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു. he will raise you up. അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. Third trumpet, raise up. മൂന്നാമത്തെ Lazarus, ലാസറേ, come forth. പുറത്തു വരിക.
Lord, he's stinking the fourth day. കർത്താവേ, ഈ 4 ദിവസമായി അവൻ നാറ്റം വെച്ചിരിക്കുകയാണ്. Your life has gone beyond repair. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം കേടുപാടുകൾ തീർക്കുവാൻ കഴിയുന്നതിന് അപ്പുറമാണോ? God says, I am calling you out. ദൈവം പറയും, ഞാൻ നിന്നെ ഇതാ പുറത്തേക്ക് വിളിക്കുന്നു. I am calling you out from dead people. നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഞാൻ നിന്നെ ഇതാ പുറത്തേക്ക് വിളിക്കുന്നു. You are going to be awakened. നീ എഴുന്നേൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. You are going to be called. നീ വിളിക്കപ്പെടുവാനായി. He's calling you now. ദൈവം നിന്നെ ഇപ്പോൾ വിളിക്കുന്നു. The fourth trumpet of deliverance. 4ാമത്തെ വിടുതലിന്റെ കാഹളം. All the grace that you have lost, നിങ്ങൾ നഷ്ടമായ എല്ലാ കൃപകളും God is going to restore now. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മടക്കി തരുവാൻ. The gifts of the Holy Spirit are going to restore now. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കി തരുവാൻ. Anointing that you had when you started the ministry. നിങ്ങളുടെ ശുശ്രൂഷ തുടങ്ങിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന അഭിഷേകം. Rebuilding the tabernacle. ആ സമാഗമന കൂടാരത്തെ വീണ്ടും പണിയുവാൻ. God says, I am now giving you back that grace. ദൈവം പറയുന്നു, ഇപ്പോൾ ഞാൻ ആ കൃപ നിങ്ങൾക്ക് മടക്കി തരുന്നു. Fifth trumpet of grace. കൃപയുടെ 5ാമത്തെ കാഹളം. To the man that was created on the 6th day, 6ാം ദിവസം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് he gave authority over the animals created on the same day. അതേ ദിവസം സൃഷ്ടിക്കപ്പെട്ടതായ മൃഗങ്ങളുടെ മേൽ ദൈവം അധികാരം കൊടുത്തു. 6 empty jars. 6 ഒഴിഞ്ഞ ജാറുകൾ. Jesus said, fill them with water. യേശു കർത്താവ് പറഞ്ഞു, വെള്ളം കൊണ്ട് നിറയ്ക്കുക. You are empty. നിങ്ങൾ ശൂന്യരാണ്. It's going to be a 6th month. ഇത് 6ാമത്തെ മാസമാണ്. You're still empty. നിങ്ങൾ ഇപ്പോഴും ശൂന്യരാണ്. 6 years you're still empty. 6 വർഷമായി ഇപ്പോഴും നിങ്ങൾ ശൂന്യാവസ്ഥയിലാണ്. Filling with tears. കണ്ണീർ കൊണ്ട് അതിനെ നിറയ്ക്കുന്നു. But the Lord says, കർത്താവ് പറയുന്നു, I'm going to turn your mara into Maduram. നിങ്ങളുടെ മാറയെ ദൈവം മധുരമാക്കി തീർക്കുവാൻ പോകുന്നു. Are you ready? നിങ്ങൾ തയ്യാറാണോ? The 6th trumpet is the trumpet of restoration. 6ാമത്തെ കാഹളം ഉയർത്തെഴുന്നേൽപ്പിന്റെ കാഹളമാണ്. Now, ഇപ്പോൾ are you ready? നിങ്ങൾ തയ്യാറാണോ? Right now. ഇപ്പോൾ തന്നെ The 7th trumpet 7ാമത്തെ കാഹളം is the trumpet of victory. ജയത്തിന്റെ കാഹളമാണ്. Is the trumpet of victory. ജയത്തിന്റെ ഘോഷമാണ്. Is the trumpet of release. ഇത് വിടുതലിന്റെ Is the trumpet of breakthrough. ഇത് വിടുതലിന്റെ കാഹളമാണ്. Are you ready? നിങ്ങൾ തയ്യാറാണോ? The breakthrough that you have been praying for. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ വിടുതൽ. You are going to proclaim it, saying it is already done. നിങ്ങൾ ഇതിപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുകയാണ്, ഇത് ലഭിച്ചു എന്ന്. You are not going to praise. നിങ്ങൾ സ്തുതിക്കുവാൻ പോകുകയല്ല. You are going to thank God. നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുവാൻ പോകുന്നു. I believe. ഞാൻ വിശ്വസിക്കുന്നു. Write this date in your diary. ദിവസം നിങ്ങളുടെ ഡയറികളിൽ എഴുതി വെക്കുക. Next year this time, അടുത്ത വർഷം ഇതേ ദിവസമാകുമ്പോൾ you will have the baby in your hands. നിന്റെ കരത്തിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കും. The Lord is prophesying right now. Breakthroughs are coming in your personal life, in your ministry, right now. He's setting it up. Are you ready? Are you ready with the keyboard? Are you ready with the trumpets? The 7th trumpet, the kingdom of the world became the kingdom of the Lord in the 7th trumpet. 7ാമത്തെ കാഹളം, the kingdom of the world ലോകത്തിന്റെ രാജ്യം became the kingdom of the Lord. ദൈവത്തിന്റെ രാജ്യമായി The shift is happening. ആ ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. Are you ready? നിങ്ങൾ തയ്യാറാണോ? Are you ready? നിങ്ങൾ തയ്യാറാണോ? When the trumpet is going to be sounding, ഈ കാഹളം ഊതുന്ന സമയത്ത് for the next 2 minutes, അടുത്ത 2 മിനിറ്റുകൾ clap your hands and thank God and speak in the loudest voice. നിങ്ങൾ കരങ്ങളെ അടിച്ച് ഉച്ചസ്വരത്തിൽ ദൈവത്തോട് നന്ദി പറയുവാൻ പോകുന്നു. Are you ready? തയ്യാറാണോ? Are you ready? തയ്യാറാണോ? Heavenly Father, സ്വർഗീയ പിതാവേ, this is your time. ഇത് അങ്ങയുടെ സമയമാണ്. Arise, O Lord. എഴുന്നേൽക്കണമേ. Let the enemies be scattered. ശത്രു സൈന്യം ചിതറട്ടെ. In the name of your son Yeshua, അങ്ങയുടെ പുത്രനായിരിക്കുന്ന യേശുവിൻ നാമത്തിൽ, the horn of salvation, രക്ഷയുടെ കൊമ്പ്, we declare victory. ഞങ്ങൾ വിജയം പ്രഖ്യാപിക്കുന്നു. Shagabadala base, vidala bashandala. കൈകളടിച്ച്. Yes,
Yes. Yes. Receive it. Receive it. Receive it. Receive it. Breakthrough. 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 വിടുതൽ, Breakthrough. വിടുതൽ. Receive it. Receive it. സ്വീകരിച്ചാട്, സ്വീകരിച്ചാട്. Open your mouth. വായ്കളെ തുറന്ന് തുതി, തുതി, തുതി. സ്തുതിച്ച്, സ്തുതിച്ച്, തുതി, സ്തുതിച്ച്. തുതി, തുതി. സ്തുതിച്ചാട്ട്, സ്തുതിച്ചാട്ട്. തുതി, തുതി. സ്തുതി, സ്തുതി. Delabashe. Ribe delabase. Orandelabashe. Rabala shandelabase. Imana senderere. Major. Jayam Jayam Hallelujah. Jayam Jayam എപ്പോഴും. Jayam Jayam ഹല്ലേലൂയ. Jayam Jayam എപ്പോഴും. യേശുനാഥൻ നാമത്തിനു Jayam Jayam എപ്പോഴും. യേശുനാഥൻ നാമത്തിനു Jayam Jayam എപ്പോഴും. Jayam Jayam Hallelujah. ജയം ജയം എപ്പോഴും. Come on. Jayam Jayam ഹല്ലേലൂയ. Jayam Jayam എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ആമേൻ. യേശുനാഥൻ നാമത്തിലും. ജയം ജയം എപ്പോഴും. Oh Jayam Jayam Hallelujah. ജയം ജയം എപ്പോഴും. Come on. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. Celebrate your victory. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. Oh യേശുനാഥൻ നാമത്തിലും. ജയം ജയം എപ്പോഴും. Oh Jayam Jayam Hallelujah. ജയം ജയം എപ്പോഴും. Oh Jayam Jayam Hallelujah. ജയം ജയം എപ്പോഴും. Oh യേശുനാഥൻ നാമത്തിലും. ജയം ജയം എപ്പോഴും. Oh യേശുനാഥൻ നാമത്തിലും. ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി. ആമേൻ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി. നായകനായുള്ളതിനായി ജയം ജയം എപ്പോഴും. നായകനായുള്ളതിനായി ജയം ജയം എപ്പോഴും. Jayam Jayam ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിലും. ജയം ജയം എപ്പോഴും. Oh യേശുനാഥൻ നാമത്തിനു ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. പാപത്തെയും രോഗത്തെയും ക്രൂശിലെ താൻ വഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിലും. ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിലോ ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിലും. ജയം ജയം എപ്പോഴും. ഓ യേശുരാജൻ നാമത്തിലു ജയം ജയം എപ്പോഴും. ശത്രുഗണം ഒന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണം ഒന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിലും. ജയം ജയം എപ്പോഴും. ഓ യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. Come on, speak it down. Come on, Shakamadara. ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം Shibarade. Naamatiലും. ജയം ജയം. ഓ യേശുരാജൻ. ഓ ജയം ജയം. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിലും. ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. വാദ്യഘോഷങ്ങളോടുന്ന ജയത്തിന്റെ പാട്ടുകൾ. വാദ്യഘോഷങ്ങളോടുന്ന ജയത്തിന്റെ പാട്ടുകൾ. ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയിൽ. ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയിൽ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും.
യേശുരാജൻ നാമത്തിലു ജയം ജയം എപ്പോഴും എന്റെ യേശുരാജൻ നാമത്തിലു ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിലു ജയം ജയം എപ്പോഴും എന്റെ യേശുരാജൻ നാമത്തിലു ജയം ജയം എപ്പോഴും രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു കാഹളങ്ങൾ ഊരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ കാഹളങ്ങൾ ഊരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു കാഹളങ്ങൾ ഊരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമോ കാഹളങ്ങൾ ഊരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ കാഹളങ്ങൾ ഊരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ കാഹളങ്ങൾ ഊരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിലു ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിലു എപ്പോഴും തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലാ തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലാ നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിലു ജയം ജയം എപ്പോഴും ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ